ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നവംബറിൻ്റെ എൻഡിങ്ങിലാണ്. അതായത് ഒരു 39-40 ഡേയ്സും കൂടെ കഴിഞ്ഞ ഒരു ന്യൂ ഇയർ 2026 വരികയാണ്. അപ്പോൾ ഈ 2025 എൻഡിങ്ങിൽ വന്ന് നിൽക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലുള്ള കാര്യങ്ങളായിരിക്കും ഈ വർഷം സംഭവിച്ചിട്ടുണ്ടാവുക. അതായത് ഒരുപാട് പേർക്ക് നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഒരുപാട് പേർക്ക് വേഴ്സ്റ്റ് ഇയർ ആയിരിക്കും 2025 എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ പുതിയത് പഠിക്കാനും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും ഈ വർഷം നമ്മളെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവുക. സോ ഇൻ ടുഡേയ്സ് വീഡിയോ ഐ എം ഷെയറിങ് പവർഫുൾ റിയലിസ്റ്റിക് ലൈഫ് ചേഞ്ചിങ് തിങ്സ് യു ഷുഡ് ഡു ബിഫോർ 2026. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനൊരു 4 സെക്ഷൻസായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സെക്ഷൻ വന്നിട്ട് ഹീൽ ആൻഡ് റീസെറ്റ് എന്ന് പറയുന്നതാണ്. അതുപോലെ സെക്കൻഡ് വൺ വന്നിട്ട് പേഴ്സണൽ ഗ്ലോ അപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. പിന്നെ തേർഡ് വൺ വന്നിട്ട് ലെവലപ്പ് യുവർ ലൈഫ് ആൻഡ് ഫോർത്ത് വൺ വന്നിട്ട് റൊമാൻറ്റിസൈസ് യുവർ ലൈഫ് ആൻഡ് ദ ലാസ്റ്റ് വൺ വന്നിട്ട് ഇമോഷണൽ സ്ട്രെങ്ത്. ഈ ഒരു 5 സെക്ഷൻസിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ ഹീൽ ആൻഡ് റീസെറ്റിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് ഫോർഗീവ് യുവർ സെൽഫ്. ഫോർഗീവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വെച്ചിട്ട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക. നീ ഇന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുക. മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ അങ്ങനെയൊന്നും വിചാരിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടിയിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഗിൽറ്റ് തോന്നും. അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്യുക. അത് സാരമില്ല, എല്ലാവർക്കും ഒരു തെറ്റ് പറ്റും, മനുഷ്യനല്ലേ. അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി രീതിക്ക് നമുക്ക് തന്നെ ഫോർഗീവ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പുതിയ സ്റ്റാർട്ട്, പുതിയതായിട്ട് ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഫോർഗീവ് യുവർ സെൽഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2025 ഇവിടെ അവസാനിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ വർഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് അതിനൊക്കെ നമ്മൾ ഫോർഗീവ് ചെയ്യുക. നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്തിട്ട് നമ്മൾ 2026 ഒരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് തുടങ്ങുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ പുതിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ തന്നെ പ്രൗഡാക്കുക. ഓക്കെ. സോ നെക്സ്റ്റ് പോയിൻ്റ് വന്നിട്ട് റിമൂവ് 1 ടോക്സിക് ഹാബിറ്റ് എന്ന് പറയുന്നതാണ്. ഇത് ജെയിംസ് ക്ലിയറിൻ്റെ ഒരു അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പേർ കേട്ടിട്ടുണ്ടാവും. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഹാബിറ്റ് ഒറ്റയടിക്ക് നമുക്ക് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ട് നാളെ മുതൽ പുതിയതായിട്ടൊരു ഹാബിറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഡെയിലി 1% വെച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്താൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് 365%, അതായത് 3 ടൈംസ് ആയിട്ട് നമുക്കത് എന്താ പറയുക, നമ്മൾ ആ ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ പുതിയൊരു ഹാബിറ്റ് ഫോം ചെയ്യാം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഹാബിറ്റ് മാറ്റണ്ട. നിങ്ങൾ പതിയെ അത് ഇമ്പ്രൂവ് ചെയ്ത് വരിക. ഓക്കെ. അപ്പോൾ ഈ ടോക്സിക് ഹാബിറ്റിനൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയതായിട്ടൊന്നും ചിന്തിച്ച് കൂട്ടണ്ട. അത് ചിലപ്പോൾ നിങ്ങളെ മറ്റൊരാളായിട്ട് നെഗറ്റീവ്ലി കമ്പയർ ചെയ്യുന്നതാവാം. അതായത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവനക്ക് ഇപ്പോൾ 100ൽ 98 ഉണ്ട് അല്ലെങ്കിൽ 100 ഔട്ട് ഓഫ് 100 ഉണ്ട്, എനിക്കിപ്പോഴും ഇത്രയേ ഉള്ളൂ മാർക്ക്, വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ തന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യേണ്ട. അല്ലെങ്കിൽ അതുപോലെ അവൻ എന്ത് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്, അവന് ഒരുപാട് പൈസ ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം അങ്ങനെ. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്കൊന്നും വാങ്ങാൻ കഴിയില്ല, ഞാനിപ്പോൾ ഒരു ബിലോ ആവറേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ മറ്റുള്ളവരായിട്ട് നെഗറ്റീവ്ലി കമ്പയർ ചെയ്യും. കമ്പാരിസണിന് 2 ടൈപ്സ് ഉണ്ട്, നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. ഈ നമുക്ക് പഠിക്കുന്ന കാര്യമാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവന് നല്ല മാർക്കുണ്ട് എനിക്കില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് അങ്ങനെ ഇരിക്കാം. അതിന് പകരം നമുക്ക് പോസിറ്റീവായിട്ട് ഹാബിറ്റ് നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാം. അതായത് അവർക്ക് 98 ഉണ്ട്, അപ്പോൾ അടുത്ത എക്സാമിന് ഓനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ അവളെക്കാളും കൂടുതൽ മാർക്ക് ഞാൻ വാങ്ങും, അതായത് 98 അല്ലെങ്കിൽ 100 ഔട്ട് ഓഫ് 100 തന്നെ ഞാൻ വാങ്ങും എന്ന് പറഞ്ഞിട്ട് നമുക്കതിന് വേണ്ടി വർക്ക് ചെയ്യാം. അങ്ങനെ ഈ നമ്മുടെ ടോക്സിക് ഹാബിറ്റിനെ നമ്മൾ ഗുഡ് ഹാബിറ്റായിട്ട് ചേഞ്ച് ചെയ്യാം. അതുപോലെ
സ്ക്രോളിങ് ആവാം. ഇപ്പോൾ നമ്മൾ 1 മിനിറ്റ് നമുക്കൊരു ടൈം കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മളത് ഫോൺ എടുത്തിട്ട് റീൽസ് കാണും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഷോർട്സോ യൂട്യൂബ് വീഡിയോസോ ഗെയിം കളിക്കാനോ എന്തിനെങ്കിലും നമ്മൾ ഫോൺ എടുക്കും. അപ്പോൾ ഈ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഈ ന്യൂസൊക്കെ ഉണ്ട്, നമുക്ക് കുറേ ടൈം ഇല്ലെങ്കിൽ ഇൻഷോർട്ട് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ചെറിയതായിട്ട് ഒരു ന്യൂസിൻ്റെ സമ്മറി ആയിട്ട് കുറച്ച് വേർഡ്സിൽ നമുക്കതിൽ കാണാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഫോർമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് കാണാൻ ഉപയോഗിക്കാം. അങ്ങനെ ഈ നമ്മൾ ഈ ആവശ്യമില്ലാത്ത റീൽസും ഷോർട്സും കണ്ട് കളയുന്ന ടൈം ഇങ്ങനെ നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മളതിനെ ചേഞ്ച് ചെയ്യുക. ഇതൊക്കെയാണ് റിമൂവ് 1 ടോക്സിക് ഹാബിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹാബിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതുകൂടി നമ്മുടെ ഹോൾ എനർജിയിലാണ് ചേഞ്ച് വരിക. കാരണം ഇതുവരെ നമ്മൾ വെറുതെ മടി പിടിച്ച് ഫോണിൽ നോക്കി മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിങ്ങനെ നടക്കുന്നതിന് പകരം നമ്മളതൊരു ഗുഡ് ഹാബിറ്റായിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ എനർജിയിലും മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തോന്നുന്നത് തിരഞ്ഞെടുത്തിട്ട് അതിനെ നിങ്ങളൊന്നെങ്കിൽ ഗുഡ് ഹാബിറ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ആ ഹാബിറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നമ്മളിപ്പോൾ തന്നെ എടുത്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ക്ലീൻ യുവർ എനർജി എന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരാവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാകും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് അക്കൗണ്ട്സ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷേ നമ്മൾ അറിയുന്നുണ്ടാവില്ല, ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആ ഒരു അക്കൗണ്ട് നമ്മളെ മെൻ്റലി ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് നമ്മുടെ പീസിനെ തടയുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ ചിലപ്പോൾ ആ അക്കൗണ്ടിൽ എന്തെങ്കിലും സ്റ്റോറിയോ പോസ്റ്റോ ഒക്കെ കാണുമ്പോൾ നമ്മളറിയാതെ നമ്മളെ ഉള്ളിൽ ഒരു നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് നമുക്ക് അത് കൊണ്ടുവരും. അങ്ങനെയുള്ള അക്കൗണ്ട്സൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുക, ഇരുന്നിട്ട് നോക്കുക നമ്മൾ ആരൊക്കെ ഫോളോ ചെയ്യുന്നത്, നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ടോ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അൺഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ഗാലറി നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവും. അതുപോലെ ചില ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ചില ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മളെ ഗാലറിയിലൊക്കെ നോക്കിയാൽ. അങ്ങനത്തെ ഒക്കെ നമ്മളെ പിടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം. നമുക്കതുകൊണ്ടൊരു ആവശ്യമില്ല, നമ്മുടെ മെൻ്റൽ പീസിനെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇപ്പം തന്നെ പോയിട്ട് അങ്ങനത്തെ എല്ലാ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ തന്നെ വരുന്നതാണ് നമുക്ക് ആവശ്യമില്ലാത്ത ചാറ്റുകളും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുക. നമുക്ക് എത്രയോ വർഷം മുന്നേ വരെയുള്ള ചാറ്റുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും വാട്സപ്പിലാണെങ്കിലും അതുപോലെ മെയിൽസിലുണ്ടാവും ആവശ്യമില്ലാത്ത കുറേ സ്പാമായിട്ടുള്ള മെയിൽസൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. എല്ലാം ക്ലിയർ ചെയ്തിട്ട് സ്റ്റാർട്ട് എഗെയിൻ. ഓക്കെ, നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് നമുക്കൊരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ വലിയൊരു മൊമെൻ്റ് ഉണ്ടാവണമെന്നില്ല. നമുക്ക് ഇന്ന് മുതൽ ജസ്റ്റ് ടുഡേ നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് നമ്മളൊരു പുതിയ വിഷനോട് കൂടിയിട്ടാണ് നമ്മളിനി ലൈഫിനെ നോക്കി കാണുന്നത്. അങ്ങനെ രീതിയിൽ നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ ഗ്ലോ അപ്പാണ്. അതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡ് എ സിമ്പിൾ സ്കിൻ കെയർ റുട്ടീൻ. ഇത് ചിലപ്പോൾ ചിലർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് സിമ്പിളായിട്ട് തുടങ്ങുക. ഇനിയിപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് തുടങ്ങാം. ഒരു മോയ്സ്ചറൈസറും ഒരു ഫേസ് വാഷും ഒരു സൺസ്ക്രീനും ഇത് മതി. അല്ലാതെ കുറേ സെറം അതുപോലെ കുറേ ക്രീംസ് ഉണ്ടല്ലോ, അങ്ങനെ ഭയങ്കര ആഡംബരമായിട്ടൊന്നും തുടങ്ങണ്ട, നമുക്ക് സിമ്പിളായിട്ട് തുടങ്ങാം. ഫസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക, പിന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു സൺസ്ക്രീനും ഇത് മതി നമുക്ക് ഒരു സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങാം. പിന്നെ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തുടങ്ങാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് തുടങ്ങാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇംപ്രൂവ് യുവർ സ്ലീപ്പ് സൈക്കിൾ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് പ്രൊഡക്റ്റീവായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീപ്പ് മസ്റ്റാണ്. അതും എങ്ങനെയെങ്കിലുമുള്ള സ്ലീപ്പായിട്ട് കാര്യമില്ല, നമുക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടണം. അതൊരു 6 to 8 hours സ്ലീപ്പ് നമുക്ക് ഗുഡ് സ്ലീപ്പ് കിട്ടണം. അതായത് ഉറങ്ങി എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു 4-5 വട്ടം എണീറ്റു, അതൊരു ഗുഡ് സ്ലീപ്പായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ടൈം നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്ത് കിടന്നാൽ ഒരിക്കലും നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല. കാരണം ഫോണിൽ നിന്ന് വരുന്ന ലൈറ്റ് അടിച്ചിട്ട് നമ്മളെ ബ്രെയിൻ വിചാരിക്കും ഓക്കെ ഇപ്പോൾ കിടന്നുറങ്ങാനുള്ള ടൈമല്ല, പകലാണ്, നമുക്ക് ഉറങ്ങേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മൈൻഡ് അങ്ങനെയാണ് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നാൽ
നമ്മുടെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഗോൾസ് ആണ്. ഇത് ഒരുപാട് പേര് ഇതുപോലെ പല വീഡിയോസിലും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഹെൽത്ത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും നമുക്ക് നല്ലൊരു കാര്യമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം തന്നെ പോയിട്ട് അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ നിന്നാൽ ഒരിക്കലും നടക്കില്ല. നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് സിമ്പിളായിട്ട് തുടങ്ങുക. ഒരു 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഗ്രാജുവലി അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ട് വരിക. പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്ത് വരിക. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ വർക്കൗട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഡെയിലി ഒരു 10K സ്റ്റെപ്സ് വെച്ചിട്ട് നടക്കുക. അത് ഇതുപോലെ ആദ്യം തന്നെ 10K സ്റ്റെപ്പ് നടക്കാൻ നോക്കിയാൽ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് ഗ്രാജുവലി ചെറുതായിട്ട് തുടങ്ങിയിട്ട് പിന്നെ അത് നമുക്ക് 10K സ്റ്റെപ്സിലേക്ക് എത്തിക്കാം. പിന്നെ അതുപോലെ അതിൽ വരുന്നതാണ് വാട്ടർ ഇൻടേക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള വാട്ടർ ഇൻടേക്ക് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനിപ്പോൾ ഗൂഗിളിലൊക്കെ പോയിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള എത്ര ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഡെയിലി ഒരു 2 ലിറ്റർ വാട്ടറെങ്കിലും നമ്മൾ കുടിക്കാൻ നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിനും മൈൻഡിനും എല്ലാത്തിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫുഡ് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കുക. കാരണം ഇപ്പോൾ നമ്മൾ അൺഹെൽത്തി ആയിട്ട് കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിതിൻ്റെ സൈഡ് എഫക്ട്സ് മനസ്സിലാക്കുക. അതായത് നമ്മളെ ഹെൽത്ത് ഭയങ്കര പ്രശ്നമാവും, വേഴ്സാവും നമ്മുടെ ഈ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ് കൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഹെൽത്തി ആയിട്ട്, ഒരുപാട് ഹെൽത്തി ആയിട്ടില്ലെങ്കിലും ഒരുപാട് അൺഹെൽത്തി ആവാതെ കഴിക്കാൻ നോക്കുക. ഓക്കെ, വെജിറ്റബിൾസും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കഴിയൂല എന്നറിയാം, എനിക്കും കഴിയൂല, ഭയങ്കര ബുദ്ധിമുട്ടാണ് അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ബുദ്ധിമുട്ട്. അതുപോലെ ചോക്ലേറ്റ്സ്, സ്നാക്സ്. അപ്പോൾ മാക്സിമം നമുക്ക് അതൊക്കെ കുറച്ചിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ചേഞ്ച് യുവർ സ്റ്റൈൽ എ ലിറ്റിൽ. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബ്രാൻഡ് ഐറ്റംസ് യൂസ് ചെയ്യണം അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മളൊരു ഡ്രസ്സ് വാങ്ങുമ്പോൾ മാക്സിമം നമ്മളൊരു ലോങ് ടേമിലേക്ക്, അതായത് ഇപ്പോൾ ഒരു ജീൻസ് ആണെങ്കിലും ഒരു ഷർട്ടാണെങ്കിലും നമ്മളൊരു 200-300 രൂപേൻ്റെ ലോ ക്വാളിറ്റി ഡ്രസ്സ് എടുക്കുന്നതിലും നല്ലത് ഒരു 1000 അല്ലെങ്കിൽ ഒരു 500 ഒരു നല്ലൊരു ഷർട്ട് അല്ലെങ്കിൽ ഒരു 1000 നല്ലൊരു ജീൻസ് നമ്മൾ വാങ്ങിച്ചാൽ എന്ത് ചെയ്യുക, നമുക്കത് ഒരുപാട് കാലം യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ അത് നമുക്ക് ഒരു ക്വാളിറ്റി ഉള്ള ഒരു സാധനത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു സംഭവമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓരോരുത്തർക്കും ഒരു സിഗ്നേച്ചർ പെർഫ്യൂം ഉണ്ടാവും. അങ്ങനെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ പെർഫ്യൂംസ് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഭയങ്കര ആർഭാടത്തിലൊന്നും നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മൾ ആ ഡ്രസ്സ് ഇടുമ്പോൾ. ഓക്കെ, അങ്ങനെ നമ്മുടേതായിട്ടുള്ളൊരു ക്ലാസി സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സെക്ഷൻ വന്നിട്ട് ലെവൽ അപ്പ് യുവർ ലൈഫ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ബിൽഡ് എ ഡെയിലി റുട്ടീൻ. അതായത് ഒരു മോർണിംഗ് റുട്ടീനും നൈറ്റ് റുട്ടീനും. ഓക്കെ, അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. നമ്മൾ പ്രൊഡക്റ്റീവ് ആവാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഈ റുട്ടീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ക്രിയേറ്റ് എ നോഷൻ ഡാഷ്ബോർഡ് ഫോർ 2026. ഇനിയിപ്പോൾ നോഷനൊന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ നോർമൽ നോട്ട്ബുക്കോ അല്ലെങ്കിൽ പ്ലാനർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്ലാനറൊക്കെ എടുത്തിട്ട് അതിൽ നമ്മളെ ഗോൾസ്, അതായത് 2026 നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോൾസ്. പിന്നെ വരുന്നതാണ് അതിൽ ഫിനാൻസ്. നമ്മളിപ്പോൾ ഡെയിലി നമുക്ക് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, അതുപോലെ നമുക്ക് ഇൻകംസിനനുസരിച്ചിട്ടാണ് എക്സ്പെൻസ് വരുന്നതെന്നൊക്കെ ട്രാക്ക് ചെയ്യുക. അതുപോലെ ഹാബിറ്റ്, നമ്മൾ ലൈഫിൽ പുതിയതായിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹാബിറ്റ്സുകളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യുക. അതുപോലെ പഠിക്കുന്നവരാണെങ്കിൽ സ്റ്റഡീസ് ട്രാക്ക് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ എത്ര പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു, നമുക്കിനി എത്ര പഠിക്കാനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ സെൽഫ് കെയർ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ലൈഫ് എത്രത്തോളം ഓർഗനൈസ്ഡ് ആവുന്നോ അത്രത്തോളം നമ്മളെ മൈൻഡ് പീസ്ഫുൾ ആവും. ഓക്കെ, കാരണം നമുക്കൊരു ക്ലിയർ ക്ലാരിറ്റി ഉണ്ട് നമ്മളെ ലൈഫ് എങ്ങനെയാവണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫ് അത്രത്തോളം ഈസി ആവും. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ഓർ കരിയർ ഗോൾസ് ആണ്. ഓക്കെ, ഇതിപ്പോൾ പഠിക്കുന്നവർക്കാണെങ്കിൽ, അതായത് ഇപ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റാണ്, അപ്പോൾ നമ്മൾ ഡെയിലി എത്ര മണിക്കൂർ പഠിക്കണം, അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സൊക്കെ യൂസ് ചെയ്യുക, പിന്നെ വീക്ക്ലി നമ്മൾ റിവൈസ് ചെയ്യുക, പിന്നെ മന്ത്ലി നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്റ്റഡി പ്ലാൻ ചെയ്യുക. അതുപോലെ പഠിക്കുന്നവരാണെങ്കിൽ സ്റ്റഡീസ് ട്രാക്ക് ചെയ്യുക. അതുപോലെ പഠിക്കുന്നവരാണെങ്കിൽ സെൽഫ് കെയർ, നമ്മൾ
പിന്നെ നമുക്കുണ്ടാവും ഒരു മെയിൻ ഗോൾ ഉണ്ടാവും, നമ്മൾ ഒന്നെങ്കിൽ ക്ലാസ്സിൽ ടോപ്പർ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഇത്ര മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യണം എന്നൊക്കെയുള്ള ഓരോരുത്തർക്കും ഓരോ അവരുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ടാവും, സ്റ്റഡി ഗോൾസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഡെയിലി എടുക്കുന്ന ടോപ്പിക്സ് ഡെയിലി അന്നന്ന് പഠിക്കുക. അതുപോലെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും നമ്മൾ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ഡെയിലി മാറ്റി വെക്കുക. ഓക്കെ. പിന്നെ ഇനിയിപ്പോൾ അല്ലാത്തവരാണെങ്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പുതിയ പുതിയ സ്കിൽസ് നമ്മൾ പഠിക്കുക. അതായത് ഇപ്പോൾ ഇനി വരുന്ന കാലത്തൊക്കെ AI ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം എല്ലാ മേഖലകളിലും AIൻ്റെ സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. കാരണം ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഫീൽഡ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഠിത്തം നിർത്താതിരിക്കുക. ഓക്കെ. എന്തെങ്കിലും ന്യൂ സ്കിൽസായിട്ട് നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ സേവിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. സേവിങ്സ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക. അതുപോലെ തന്നെ ഡ്രൈവിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗേൾസ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ബേസിക്കായിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുക. കാരണം നമുക്ക് എല്ലാ ടൈമും നമുക്ക് നമ്മുടെ കൂടെ വരാൻ ഒരാളുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കുക്കിങ്, ഇതൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റൊമാൻറ്റിസൈസ് യുവർ ലൈഫ്. ഇതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്, ഈ ഒരു സെക്ഷനാണ് എനിക്ക് പറയാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ലൈഫ് റൊമാൻറ്റിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ പറയുന്ന ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് യുവർ സോഫ്റ്റ് ലൈഫ് സ്പേസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോർണർ ഉണ്ടാക്കുക. ഇപ്പോൾ സ്വന്തമായിട്ട് റൂമുള്ളവരാണെങ്കിൽ ആ റൂമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ടാബ്ലോ അല്ലെങ്കിൽ ഒരു സ്പേസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ സ്വന്തമായിട്ട് റൂമില്ലാത്തവരാണെങ്കിലും നമുക്ക് വീട്ടിൽ നമ്മുടേതായിട്ടുള്ളൊരു സ്ഥലം നമ്മൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. അതായത് അവിടെ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ക്യാൻഡിൽസ് വാങ്ങിച്ച് വെക്കാം. അതുപോലെ പ്ലാന്റ്സ്, ഇപ്പോൾ ഇൻഡോർ ആവാം, എന്തും ആവാം, നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് വെക്കാം. അതുപോലെ ബുക്സ് വായിക്കുന്നവരാണെങ്കിൽ ബുക്സ് കളക്ട് ചെയ്തിട്ട് ഒരു ചെറിയ ബുക്കൊക്കെ വെക്കാനൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെക്കാം. അതുപോലെ ലാമ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക. കാരണം നമുക്ക് എത്ര പ്രശ്നം വന്നാലും നമുക്ക് ആ ഒരു സ്പേസിലെത്തുമ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ്. എൻ്റെ റൂമിൽ വന്നാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാനിപ്പോൾ എന്ത് ടെൻഷനിലാണെങ്കിലും എന്ത് സങ്കടത്തിലാണെങ്കിലും എനിക്ക് എൻ്റെ റൂമിൽ വന്ന് ആ ടേബിളിൽ ഇരുന്ന് എൻ്റെ ബുക്സും അതുപോലെ തന്നെ പ്ലാന്റും അങ്ങനെയൊക്കെ കണ്ടാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ എല്ലാവരും അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്ലോ മൊമെൻറ്റ്സ് ആണ്. അതായത് ഇത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബിസി ലൈഫിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ബിസിയാണ്. സ്ലോ ആവാൻ ആർക്കും ടൈമില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, എപ്പോഴും ഒന്നും നമുക്ക് ഭയങ്കര സ്ലോ ആയിക്കൊണ്ടിരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ചില മൊമെൻറ്റ്സിലൊക്കെ നമ്മൾ സ്ലോ ആവുക. അതായത് നമുക്ക് രാവിലെ കുറച്ച് നേരത്തൊക്കെ എണീറ്റാൽ ഒരു ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ച് നമുക്ക് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് സ്ലോ ആയിട്ട് നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര അർജൻറ്റായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് പോവല്ലാതെ നമുക്ക് സ്ലോ ആയിട്ട് ആദ്യം ഫേസ് വാഷൊക്കെ ചെയ്ത് വന്ന് പിന്നെ മോയ്സ്ചറൈസർ ഇട്ട് അങ്ങനെ നമുക്ക് സ്ലോ ആയിട്ടും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ലൈഫിൽ ചില മൊമെൻറ്റ്സ് നമ്മൾ സ്ലോ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യാം. ഓക്കെ. അത് ചിലപ്പോൾ പിന്നീട് നമുക്ക് ആലോചിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരും നമ്മുടെ ലൈഫിൽ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ക്യാപ്ചർ മെമ്മറീസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും എസ്തെറ്റിക്സിൻ്റെ പിറകെയാണ്. എല്ലാവരും എസ്തെറ്റിക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുക, അങ്ങനെയാണ് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അതൊരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി മാത്രം ആവരുത്. അങ്ങനെ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ ഭയങ്കര ബിസി ആയിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് ഈ ഫോട്ടോസോ വീഡിയോസോ കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു ചിരിയൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാപ്ചർ മെമ്മറീസ്. പിന്നെ ഇതിൽ വരുന്ന ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് മന്ത്ലി സെൽഫ് ലവ് റിച്വൽ. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടൊരു ലെറ്റർ എഴുതാം. പിന്നെ അതുപോലെ നമുക്ക് ഒരു സോളോ ഡേറ്റ് ഒക്കെ പോകാം. നമ്മളെപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കസിൻസിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും പുറത്ത് പോയി ഫുഡ് കഴിക്കാനും ഒക്കെ പോവാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മന്ത്ലി നമ്മളൊരു വൺസോ അല്ലെങ്കിൽ ട്വൈസോ ഒക്കെ നമ്മൾ മാത്രം ഒരു കഫേയിൽ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബീച്ചിലേക്ക് പോവാം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുക. അതാണ് സെൽഫ് ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ എന്താ പറയുക, എൻജോയ് സ്മോൾ ട്രീറ്റ്സ് വിത്തൗട്ട് ഗിൽറ്റ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ഇത്ര ടോപ്പിക്സ് പഠിച്ചു, അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വേണ്ടിയിട്ട് തന്നെ വാങ്ങുക. അതിലൊന്നും ഒരിക്കലും ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങിക്കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്നതൊന്നും ഒരിക്കലും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സെക്ഷൻ വന്നിട്ട് ഇമോഷണൽ സ്ട്രെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് സ്റ്റോപ്പ് ചേസിങ് പീപ്പിൾ. ഇത് നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നതായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാവാം, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ തന്നെ ആവാം. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, ചിലപ്പോൾ അയാൾക്ക് നമ്മൾ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമ്മൾ അയാൾ എന്ത് ചെയ്യുന്നത്, എവിടെ പോകുന്നത്, അയാൾ പുതിയ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ഒക്കെ നമ്മൾ അവരെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതൊരിക്കലും ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ അറിയുന്നില്ലെങ്കിൽ കൂടെ നമ്മുടെ മൈൻഡിൽ അത് നമുക്കൊരു നെഗറ്റീവായിട്ടാണ് നമ്മളത് ഇമ്പാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ റിയൽ ലൈഫിലാണെങ്കിൽ നമുക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അയാൾ നമ്മളെ നോക്കുന്നില്ല അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കുന്നില്ലെങ്കിലൊക്കെ അയാളുടെ ഒരു അറ്റൻഷന് വേണ്ടിയിട്ട്, അയാളുടെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബെഗ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെയാണ് അത് ബാധിക്കുക. ചിലപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞാലും നമുക്കത് ഭയങ്കര മോശമായിട്ടാണ് നമ്മളെ അത് ബാധിക്കുക. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബെഗ് ചെയ്യാൻ പോകരുത്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരും. അതായത് നമ്മളിപ്പോൾ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ബെഗ് ചെയ്യുമ്പോൾ മറ്റൊരു സൈഡിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അവരെ നമ്മൾ കാണൂല, നമ്മൾ ഇവരെ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആർക്കും വേണ്ടി ബെഗ് ചെയ്യാതിരിക്കുക. നമുക്ക് ഇഷ്ടമാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അത് അവിടെ നിർത്തുക. ഓക്കെ, അതിനിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് സെറ്റ് ബൗണ്ടറീസ്. നമ്മൾ എല്ലാത്തിനും പോയിട്ട് യെസ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫായിട്ടുള്ള ഒരു കാര്യത്തിനെ ബാധിക്കുന്നതാണെങ്കിൽ നമുക്കത് നോ തന്നെ പറയാം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് എനിക്കൊരു അസൈൻമെൻറ്റ് ചെയ്ത് തരുമോ അല്ലെങ്കിൽ എനിക്കൊരു നോട്ട് കംപ്ലീറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓക്കെ ഞാൻ ചെയ്തു തരാമല്ലോ, പക്ഷേ നമുക്കൊരു 100 കൂട്ടം പണി വേറെ ഉണ്ടാവും. എന്നാലും നമ്മൾ പറയാം ഞാൻ ചെയ്തു തരാം, ഞാൻ എഴുതി തരാം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഫ്രണ്ട്ഷിപ്പ് ഒരു അസൈൻമെൻറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു നോട്ടിൻ്റെ മുകളിലോ തീരുന്ന ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അവിടെ തീരട്ടെ എന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലാതെ നമ്മൾ ആർക്കും വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്നും നമ്മളെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഫാമിലീൻ്റെ കാര്യമാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് പ്രൊട്ടക്റ്റ് യുവർ പീസ്. അതായത് നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് അല്ലാത്ത പല ആർഗ്യുമെൻറ്റ്സും ഗോസിപ്സും ഒക്കെ വരുന്നുണ്ടാവും. അതായത് നമ്മൾ അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ എഫക്റ്റ് ചെയ്യാത്തൊരു ആർഗ്യുമെൻ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മളൊരു ഡിസിഷനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യമോ തോട്ടൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് അവർക്ക് ചിലപ്പോൾ ഒരാവശ്യം ഉണ്ടാവില്ല. ഇവളെന്തിനാ അത് പറയേണ്ട ആവശ്യം അവർക്ക് തോന്നും. നമ്മൾ വെറുതെ ഭയങ്കര ആളാവാൻ വേണ്ടിയിട്ട് ആർഗ്യുമെൻറ്റിൽ പോയിട്ട് പറയും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞതാണെങ്കിലും ചിലപ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റ് അത് നമുക്ക് നേരെ തിരിച്ചു വരും. ഓക്കെ, അവളാണത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ ആർഗ്യുമെൻ്റ് ഉണ്ടാക്കിയവരൊക്കെ അവിടെ സേഫാവും. നമ്മളൊരു ഒപ്പീനിയൻ പറഞ്ഞാൽ നമ്മളായിരിക്കും ലാസ്റ്റ് അവിടെ കുറ്റക്കാരാകും. അതുകൊണ്ട് അതിനൊന്നും പോകണ്ട. പിന്നെ അതുപോലെ തന്നെ ഗോസിപ്സ് പറയുന്നതിൽ നിന്നും മാക്സിമം നമ്മൾ മാറി നിൽക്കുക. കാരണം നമ്മളുള്ളപ്പോൾ മറ്റൊരാളെ പറ്റി ഗോസിപ്സ് പറയുന്നവർ നമ്മൾ അവിടെ നിന്ന് എണീറ്റ് പോയാൽ നമ്മളെ പറ്റിയും പറയും. ഓക്കെ, അത് അവരുടെ ഒരു നേച്ചറാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഗോസിപ്സ് പറയുന്നതിൽ നിന്നും, അതുപോലെ ഡ്രാമാസ് ഒരുപാട് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്നുണ്ടാവും. ഐ മീൻ ഈ ഡ്രാമ സീരീസ് അങ്ങനെയല്ല കേട്ടോ, നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഒരുപാട് പേരുടെ ഡ്രാമ കാണേണ്ടി വരും. അപ്പോൾ അതിലൊന്നും നമ്മൾ പോയി ഇൻക്ലൂഡ് ചെയ്യേണ്ട, നമ്മൾ അവിടെ പോയിട്ട് ഭയങ്കര ഒന്നും പറയേണ്ടതോ അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. നമ്മൾ നമ്മുടെ പീസ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് വേറെ ആരും വരില്ലല്ലോ. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ വലിയ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ജീവിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് നമുക്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര തലവേദനയായിട്ട് മാറും. അതുകൊണ്ട് പ്രൊട്ടക്റ്റ് യുവർ പീസ്. പിന്നെ ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് ബി പ്രൗഡ് ഓഫ് യുവർ ഗ്രോത്ത്. ഇതെനിക്ക് ഈ വീഡിയോ കേൾക്കാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഈ വർഷം സർവൈവ് ചെയ്തു, ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്തു ഓരോ പ്രശ്നങ്ങൾ കാരണം. അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അതിജീവിച്ച് കൊണ്ട് ഈ വർഷത്തിൻ്റെ അവസാനത്തിലാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ഓരോ തവണ വീണ് പോയപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ സ്റ്റാൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു സംഭവമാണ്. മനസ്സിലായില്ലേ? ചിലപ്പോൾ ആരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ പറയണം, നിങ്ങളെല്ലാവരും ഈ വർഷത്തിൻ്റെ ഈ അവസാനത്തിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ യു ആർ സർവൈവ്ഡ് സോ മച്ച്. ഓക്കെ, ചിലപ്പോൾ ആരും അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ കരഞ്ഞു തീർത്ത് ഒരുപാട് രാത്രികളുണ്ടാകും. ഓക്കെ, എന്തൊക്കെ വന്നാലും അറ്റ് ലാസ്റ്റ് യു ആർ സ്ട്രോങ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ
നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മുടെ സന്തോഷങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടി ജീവിക്കുക. ഓക്കെ, പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് തെറ്റുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ടോപ്പിക്സിനെ പറ്റി ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാനത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.